കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡ്, 4-ാമത്തെ എപ്പിസോഡാണ്. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും വിരുത് തെറ്റിക്കരുത്. ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിച്ചില്ലെങ്കിൽ വിരുത് പ്രാപിക്കാൻ പറ്റത്തില്ല. പൗലോസ് പറയുന്നില്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ, നമ്മളൊരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളതൊക്കെയും പറഞ്ഞ് മുൻപിലുണ്ടി വേണ്ടി പരമരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു വിരുദിലേക്ക് ഓടുക ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ ഒരു വിരുദ് പ്രാപിക്കാൻ ഓടുക. ലോകമാകുന്ന ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ. ആ ഓട്ടം വചനപുസ്തകപ്രകാരമായിരിക്കണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലുണ്ടി ആഞ്ഞ് പരമരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പിൻപുള്ളതൊക്കെ മറക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഓർക്കാതെ പാപ സ്വഭാവങ്ങളെല്ലാം വിട്ട് മുമ്പിലുള്ള വിരുദ് ലഭിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താ? ഒരു ഓട്ടക്കാരൻ്റെ ലക്ഷ്യം എന്താ? എങ്ങനെയും ഫൈനൽ പോയിന്റിലെത്തണം. ബന്ധക്കാരൊക്കെ ഗാലറി വന്ന് ഇപ്പോണ്ട് അപ്പൻ എവിടെ, അമ്മ എവിടെ, അവരെവിടെ, ഇവരെവിടെ എന്നൊക്കെ അതൊന്നുമല്ല നോക്കുന്നത്. ആ ഓട്ടക്കാരനായിക്കോട്ടെ ഓട്ടക്കാരി ആയിക്കോട്ടെ, ലക്ഷ്യം ആ ഫൈനൽ പോയിന്റിലെത്തി ആ നൂല് ഭേദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പിൻപിലുള്ളതൊക്കെ മറന്ന് മുൻപൊരുടി ആഞ്ഞ് പരമരുടെ വിടുതൽ ലാക്കിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. അതാ പൗലോസ് പഠിപ്പിക്കുന്ന ഫിലിപ്പിയരെ. പിൻപിലുള്ളത് മറക്കുക, മുൻപൊരുടി ആഞ്ഞ് പരമരുടെ ലാക്കിലേക്ക് ഓടുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു? ഒരു തലവനെ നിയമിച്ച് നാം പുറകോട്ട് പോകുക എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ വേദപാഠിക്കാൻ സമയം എൻ്റെ മുമ്പിലില്ല. ഒരു തലവനെ നിയമിച്ച് നമ്മൾ പുറകോട്ട് പോകാൻ പറഞ്ഞു. എന്തിനാ? അവിടുത്തെ ചുറ്റുള്ളിയും ചെല്ലുള്ളിയും മിസ്രൈമിൽ വെച്ച് തിന്നുകൊണ്ടിരുന്ന ആ ആഹാരങ്ങളൊക്കെ തിന്നാൻ. ഇവിടെ എന്താ? ഇവിടെ വലിയ കഷ്ടതയാണ്, പെറുപെറുപ്പ്. ഒരു ഗുണവും ഇല്ലാതെ കിടന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സന്തോഷിക്കണം. ദൈവം ഞങ്ങൾ ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം തന്നു. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ട നമ്മൾ വീട്ടിൽ കിടക്കുന്നതിൻ്റെ കാര്യം എന്താ? ദൈവം നമ്മോട് കാണിച്ച കരുണയാ, അല്ല വേറെന്താ? നമ്മൾ സുഹൃതം ചെയ്തുകൊണ്ടാണോ? നമ്മൾ നേരെ ജീവിച്ചുകൊണ്ടാണോ? അല്ല. ദൈവത്തിൻ്റെ മഹാസ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ഇതൊക്കെ മറന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നന്ദി കെട്ടവരായി പോകുന്നതെന്ന് ഇനിയെങ്കിലും ഓർത്തുകൊള്ളണം ദൈവമക്കളെ. ഇന്ന് പിതാക്കന്മാർ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച അനേക പെന്തക്കോസ്ത് കുടുംബങ്ങളെ ഞാനെടുത്ത് പഠിക്കാറുണ്ട്. ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ കാര്യം തന്നെ പറയാറുണ്ട്. എനിക്കൊരു മടിയില്ല അത് പറയാൻ. അദ്ദേഹം പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും കട്ടിലിൽ കിടക്കും, മക്കളെല്ലാം കട്ടിലിൻ്റെ അടിയിൽ കിടക്കും. ചില സ്ഥലമില്ല, പൊക്കമുള്ള കട്ടിലെല്ലാം കൂടി നിരന്ന് കിടക്കും ഇങ്ങനെ. ഇന്നിപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂമായി, ഏക്കർ കണക്കിന് തോട്ടങ്ങളായി, കോടിക്കണക്കിന് സമ്പാദ്യമായി. ഇന്നിപ്പോൾ ദൈവവും ഇല്ല, ദേവനും ഇല്ല, സുഖിച്ച് പൊളച്ച് അങ്ങ് ജീവിക്കുക. ഞായറാഴ്ച സഭായത്തിന് പോകാനായിട്ട് പോവും. അവിടെ ചെന്നിരുന്ന് വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഒന്ന് തേച്ചിട്ട് 3-3.5 മണിക്കൂർ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് കിടന്ന് ലോകത്തെ ആസ്വദിച്ച് ജീവിക്കുക. ആ അവസ്ഥയിലായി. പിൻപിലുള്ളത് മറക്കുക, മുൻപിലുണ്ട് ആഞ്ഞ് പരമരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. പൗലോസ് ഓടിയ പോലെ നമ്മൾ ഓടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചുക്കം കിട്ടത്തില്ല. ഇവിടെ കിടന്ന് നശിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, കർത്താവിൻ്റെ ദാസന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായവർ എഴുതിയ വചനങ്ങളും ഉപദേശങ്ങളും അവരുടെ ദർശനവും പൗലോസ് തന്നെ പറഞ്ഞ എന്താ? നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പീൻ. പൗലോസ് പറഞ്ഞു വ്യക്തിപരമായി, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ അനുകരിച്ച് അവരുടെ ദർശനവും അവരുടെ ഉപദേശവും അവരുടെ ജീവിതവും നമ്മൾ ഒപ്പിയെടുത്താലേ നമുക്ക് നിത്യത ചെന്നെത്താൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ പാസ്റ്റർമാരെയും ഇന്നത്തെ ഉപദേശിമാരെയും ഒരിക്കലും അനുകരിക്കരുത്. അനുകരിക്കാൻ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അനുകരിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ അവരെ അനുകരിക്കരുത്. നിങ്ങൾ ചെന്നെത്തുന്നത് നേരെ നരകത്തിലായിരിക്കും, യാതൊരു സംശയമില്ല കാര്യം. വചനവ്യവസ്ഥ പാലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അനുകരിക്കുക, ഒരു കുഴപ്പമില്ല. അതിനാ ഉപദേശം പഠിക്കണമെന്ന് പറയുന്നത്. വചനം പഠിക്കണമെന്ന് പറയുന്നത് അതിനാ. തിരുവചനം വായിച്ചു പഠിക്കണം, കേട്ടു പഠിക്കണം, പത്യവചനം പഠിക്കണം, പത്യോപദേശം പഠിക്കണം. യേശുക്രിസ്തുവിന്റെ പത്യവനവും ഭക്തിഗത ഉപദേശവും ആഴത്തിൽ വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിക്കണം. വചനം അറിയാത്തവനെ തെറ്റിക്കാൻ ഒരു പാടുമില്ല സാത്താനെ. സാത്താൻ പേടിപ്പെടുന്ന ആരാ? വചനം അറിയുന്നവനെ സാത്താൻ പേടിക്കുന്നു, എല്ലാവരും പേടിയില്ല സാത്താനെ. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
അവനിൽ നിങ്ങൾക്ക് ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. 10 നമ്മൾ വായിച്ചു. എല്ലാ വാഴ്ചയ്ക്കും അധികാരമായ തലയിൽ അവൻ നിങ്ങൾ പരിപൂർണരായിരിക്കും. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. അപ്പൊ ക്രിസ്തുവിൻ്റെ പരിച്ഛേദന എന്താ? അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പരിച്ഛേദന നടന്നു. എന്ത് പരിച്ഛേദന? ഹൃദയ പരിച്ഛേദന. യഹൂദന്റെ പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദന, പുതിയ നിയമ വിശ്വാസിയുടെ പരിച്ഛേദന അകമേയുള്ള പരിച്ഛേദന. അതിനെയാണ് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന എന്നിവിടെ പൗലോസ് വിവക്ഷിക്കുന്നത്. ഹൃദയത്തിലുണ്ടാകുന്ന മാനസാന്തരത്തിനെയാണ് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. യഹൂദന് ദൈവം കൊടുത്ത, അല്ലെങ്കിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത പരിച്ഛേദന, ഇസ്ഹാക്കിന് 8-ാം ദിവസം കൊണ്ടുപോയി പരിച്ഛേദന കഴിപ്പിക്കണം. അതേ പരിച്ഛേദന ആ നിലയിലല്ല, വേറൊരു നിലയിൽ പുതിയ നിയമ വിശ്വാസിക്ക് ഒരു പരിച്ഛേദന തന്നിട്ടുണ്ട്. ഏതാണ് ആ പരിച്ഛേദന? ഹൃദയത്തിലുണ്ടാകുന്ന മാനസാന്തരം, ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം, റാഡിക്കൽ ചേഞ്ച്. പാപവഴിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? വലിയ മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പാപത്തെ വിട്ട് ഓടാൻ തുടങ്ങി. സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വലിയ വ്യഭിചാരിയായിരുന്നു. വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയെ വ്യഭിചാരം ചെയ്യുന്ന ഗലിയിലൂടെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ മനുഷ്യൻ നടന്നുപോയെന്നൊരു കഥ. അപ്പോൾ പഴയ സഹപാഠികൾ വിളിച്ചു, അല്ലയോ അഗസ്റ്റിൻ, എന്താ പോകുന്നത്, വരുന്നില്ലേ? അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി, ഇതാ ക്രിസ്തുവിലൊരു പുതിയ അഗസ്റ്റിൻ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഈ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതാണ് പുതിയ പരിച്ഛേദന, ആത്മീയ പരിച്ഛേദന. ക്രിസ്തുവിലുണ്ടാകുന്ന മാനസാന്തരം, രൂപാന്തരം, ഹൃദയ പരിച്ഛേദന എന്ന് വിവക്ഷിക്കുന്നത് അതാണ്. ക്രിസ്തുവിൻ്റെ പരിച്ഛേദന. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ എല്ലാം ഉരിഞ്ഞു കളഞ്ഞു. അത് ശരിക്കും പഠിക്കണമെങ്കിൽ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമാർഗം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടുകളുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ ജീവിച്ചു പോന്നു. ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. കണ്ടോ? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാൽ പഴയ സ്വഭാവങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു, വിട്ടുകളഞ്ഞു. അതിനോട് ബൈ ബൈ പറഞ്ഞു. എവിടെ ബൈ ബൈ പറഞ്ഞു? 10 ബീഡി വലിക്കുന്നവൻ 1 ബീഡി വലിക്കുമ്പോൾ അവൻ ബീഡി വലിക്കുന്നവൻ തന്നെയാ. അതുപോലെ നമ്മൾ വിട്ടുകളഞ്ഞ പാവപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് പോയില്ല, അത് പിന്നെയും ഇത്തിൽ പിടിച്ചെന്ന പോലെ പിടിച്ചിരിക്കുക. അത് മുറിച്ചു കളയുന്നതാണ് യഥാർത്ഥ പരിച്ഛേദന. സ്തോത്രം. അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെ ലഭിച്ചു. അടുത്ത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി. സ്നാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവം എന്താ? പഴയ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മരിച്ചു പോകുന്നു. മരിക്കുക മാത്രമല്ല, മരിക്കുന്നു, അടക്കം ചെയ്യുന്നു. അതാ റോമാലേഖനം 6-ന്റെ 2, 3, 4, 5, 6 വാക്യങ്ങൾ പഠിപ്പിക്കുന്നതാ. ക്രിസ്തുവിനോടുകൂടി സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുന്നു, അടക്കപ്പെടുന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യൻ, കണ്ടാലും ഒരു പുതിയ മനുഷ്യൻ, ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യൻ. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ സഭയെ പഠിപ്പിക്കാത്തതുകൊണ്ട് എന്ത് പറ്റി? ഈ പാപം ചെയ്തു ഈ പാട്ടും പാടി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക ആൾക്കാർ. ഇതെല്ലാം പാട്ട് പാടി നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയെന്നും ഞങ്ങൾ വിലപിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഉപദേശങ്ങൾ പഠിച്ചനുസരിച്ച് ഹൃദയപരിച്ഛേദന വന്ന്, ഹൃദയപരിച്ഛേദനയെ, ആ പരിച്ഛേദനയുടെ അർത്ഥം മനസ്സിലാക്കി, ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം മനസ്സിലാക്കി, പാപപ്രവൃത്തികളെല്ലാം വിട്ട് ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ മാത്രമേ നമുക്ക് നിത്യതയെ പുറമേക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗരാജ്യം വലിച്ചു നീട്ടിയിട്ടിരിക്കുകയല്ല, കണ്ട അണ്ടനും അടകോടനും എല്ലാം കൂടി വലിച്ചു നീട്ടിയിട്ടിരിക്കുകയല്ല. അതിന് ഒത്തിരി വ്യവസ്ഥകളുണ്ട്. പുറത്തെ ക്ലാസ്സിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു നിങ്ങളുടെ മൊബൈലിലെല്ലാം കിടപ്പുണ്ടത്. ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ മാത്രമേ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ
ആയിത്തീരും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ശിശുവിനെ പോലുള്ള നിർമ്മലതയും നിഷ്കളങ്കതയും ഒക്കെ നമുക്കുണ്ടാകണം. അതാണ് ഒരു പുതിയ മനുഷ്യൻ. വചനം ഉള്ളിലേക്ക് ഏറ്റെടുക്കാൻ തന്നെ പത്രോസ് എന്താ പറയുന്നത്? സകല ദുഷ്ടതയും എല്ലാ ചതിയും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് മായമില്ലാത്ത പാല്. മോശയുടെ പ്രമാണം മായം നിറഞ്ഞതാണ്. അത് അതിൻ്റെതായ പരിജ്ഞാനത്തോടെ എടുത്തില്ലെങ്കിൽ അപകടമാണ്. പഴയ നിയമം പുതിയ നിയമം നിഴല് പൊരുളെന്നുള്ള നിലയിൽ നമ്മളെടുത്ത് പഠിച്ചോണം. അല്ലാതെ ഉള്ള കിട്ടുന്നതൊക്കെ വെട്ടി വിഴുങ്ങിക്കളഞ്ഞാൽ അപകടമാണത്. സ്തോത്രം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയോടുള്ള വിശ്വാസത്താൽ നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീക ഉയർപ്പ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഉയർപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ എൻ്റെ 2-ാം അധ്യായത്തിൽ 3 വിധ ഉയർപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവിടെ ഒരു ഉയർപ്പ് കിട്ടി. 2, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. അവിടെ ഒരു ഉയർപ്പാണ് കാണുന്നത്. 7, യേശു ക്രിസ്തുവിൽ അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ഈ 3 ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. ഈ 3 ഉയർപ്പും ഇവിടെ പറയുന്നത് എന്താ? അതിക്രമങ്ങളൊക്കെയും നമ്മുടെ ക്ഷമിച്ച് 13-ാം വാക്യം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു. എങ്ങനെയാ ജീവിപ്പിച്ചത്, ഉയർപ്പിച്ചത്? 12-ാം വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ലഭിച്ച ആത്മീക ഉയർപ്പ് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താലുള്ള ഒരു ഉയർപ്പാണ്, ഒരു ആത്മീക ഉയർപ്പാണ്. ലാസറിന് കിട്ടിയ പോലെ ആക്ഷരിക ഉയർപ്പല്ല, ഒരു ആത്മീക ഉയർപ്പാണ് ഒരു ദൈവത്തിന് കിട്ടിയിരിക്കുന്നത്. പാപത്തിൽ മരിച്ചു കിടന്ന വ്യക്തി യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ ഒരു ആത്മീക ഉയർപ്പ് അവന് കിട്ടി. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽച്ചു. അടുത്ത 13-ാം വാക്യം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. നമ്മളെ ജീവിപ്പിച്ചു, ആത്മീകമായി നിങ്ങളെ ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു. അതാ ഉയർപ്പും ജീവനും ഒക്കെ ഏത് നിലയിൽ കിട്ടിയെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അപ്പം നമ്മുടെ ആ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തിയാലുള്ള ഒരു ഉയർപ്പ് ആത്മീയമായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ ആത്മീയമായ ആ ഉയർപ്പ് പ്രാപിച്ചവനാണ് വചനമനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞവൻ മരിച്ചു പോയാൽ ആക്ഷരികമായ ഒരു ഉയർപ്പിലേക്ക് അവിടെ നടത്തുന്നത്. എല്ലാവർക്കും ഉയർപ്പൊന്നും കിട്ടത്തില്ല, എല്ലാവർക്കും രൂപാന്തരമൊന്നും കിട്ടത്തില്ല. തന്ത്രം വഴി പോകുന്നവനൊക്കെ ഉയർപ്പും രൂപാന്തരം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലത്. മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് നമ്മുടെ അമ്മച്ചി, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ പ്രിയപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് വരും. ഇല്ല, ഉയർത്തെഴുന്നേറ്റ് വന്ന് നരകത്തിലോട്ട് പോകും. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തോട്ട് പോകണമെങ്കിൽ അതിനനുയോജ്യമായൊരു ജീവിതം നയിക്കണമെന്നാണ് ഞങ്ങളിങ്ങനെ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉയർപ്പ് എല്ലാവർക്കും ഉണ്ട്. പണ്ടൊരു നിരീശ്വരവാദി മരിച്ചപ്പോൾ പുള്ളി അടക്കാനായിട്ട് ഞങ്ങളുടെ ഉപദേഷ്ടാവിനെയാണ് വിളിച്ചത്. ഒരു പുള്ളിയുടെ സ്വന്തക്കാരനായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഭാഗം. അപ്പോൾ പുള്ളി നിരീശ്വരവാദിയ എറ്റി കോവറിൻ്റെയൊക്കെ സഹപ്രവർത്തനമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളൊക്കെ ദൈവത്തിൽ വിശ്വാസമുള്ള യാക്കോബക്കാരാണ്. അപ്പോൾ അടക്കാനായിട്ട് എങ്ങനെ കൊണ്ടുപോയി അടക്കും? നിരീശ്വരവാദി എങ്ങനെ അടക്കുന്നു? അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ പെർമിഷനൊക്കെ മേടിച്ച് കാലും ഒക്കെ പിടിച്ച് ഞങ്ങളുടെ ഉപദേഷ്ടാവ് വന്ന് നല്ല വിശ്വാസം നിൽക്കുന്ന സമയമാണ്. പുള്ളി സ്വന്തക്കാരനുമാണ്. പുള്ളിയെ വിളിച്ചു. പുള്ളി ഞാൻ വരാമെന്ന് പറഞ്ഞു. വന്ന് പുള്ളി അങ്ങോട്ട് പ്രസംഗിച്ചു കിടന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവനാണെങ്കിൽ
കർത്താവിൻ്റെ വരവിൽ ഇദ്ദേഹം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ഉയർപ്പുണ്ട്. അത് ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ആ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് നരകത്തിൽ പോകാനാണ്. വേദോത്സവത്തിൻ്റെ ABCD ഇതിൽ ആ പുള്ളി പറഞ്ഞു എന്തായാലും ഒരു ഉയർപ്പ് പുള്ളിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കേട്ടവർക്കൊക്കെ സന്തോഷമായി. വേദോത്സവത്തിൻ്റെ ABCD അറിഞ്ഞൂടാത്ത, വേദോത്സവം വായിക്കാത്ത, പഠിക്കാത്ത, ഗ്രഹിക്കാത്ത മന്ദബുദ്ധികളെ പോലെ ജീവിക്കുന്ന വിശ്വാസികളും ലോകമനുഷ്യരും ഇന്ന് ഭൂമിയിലുള്ളത് നല്ലൊരു ശതമാനം. പുസ്തകം വായിച്ച് പഠിക്കത്തില്ലെന്നേ, ഉപദേശം വായിച്ച് പഠിക്കത്തില്ലെന്നേ. പിന്നെ എങ്ങനെയാ കാര്യം മനസ്സിലാകുന്നത്? ഉയർപ്പാർക്കാണ്, രൂപാന്തരം ആർക്കാണെന്ന് അപ്പോൾ പഠിപ്പിക്കുന്നില്ലേ പുസ്തകം? കർത്താവ് പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഏതായാലും ഈ അച്ചായനൊരു ഉയർപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ആൾക്കാർ. എടാ, ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന വെള്ളസിംഹാസനം, ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവരൊക്കെ പാപത്തിൽ മരിച്ചു പോയവരാ. അവരുടെ ശിക്ഷ, അവർ ചെയ്ത പാപങ്ങളെല്ലാം അവരെ മുമ്പിൽ കാണിച്ചിട്ട് അവരെ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് എന്ത് ചെയ്യും? തള്ളിക്കളയും. അതാണ് അവിടുത്തെ വിഷയം. അതുപോലെ ഇവർക്കറിയാമോ, 4, 5, 10, 15, 20 വേദോത്സവം വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും വേദോത്സവം അവിടെ ഇരിക്കും. അതിൻ്റെ യാതൊരു വാക്യങ്ങളും ഇവർക്കൊന്നും അറിയത്തില്ല. കാരണം വായിക്കാറില്ല, അതിന് സമയമില്ല. ലോകത്തിലെ കാര്യങ്ങൾ മുഴുകിച്ചിരിക്കുന്ന വിശ്വാസിക്ക് എന്നാ കാണും അതിന് പുസ്തകമായിരിക്കാൻ? ആൾക്കാർക്കെല്ലാം സന്തോഷം. അപ്പോൾ കുറേ പരിജ്ഞാനമുള്ളവർ വന്ന് ചോദിച്ചു, അച്ഛൻ പറഞ്ഞ കാര്യമല്ല, ഇയാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് പ്രമാണം എടുത്ത് ജീവിച്ചവനാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്ത് പോയില്ലേ, നരകത്തിൽ പോയി. തെളിച്ച് പറയാനിടയായി തീർന്നു. അതെല്ലാവരോടും പറയാൻ പറ്റിയില്ല. കാരണം വചനം അറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ മുമ്പിൽ അത് പുള്ളി പറയാനിടയായി. ബന്ധക്കാരുടെ മുമ്പിൽ പറഞ്ഞു ഈ അച്ചായൻ ഉയർത്തെഴുന്നേറ്റ് വരും. അവർക്ക് സന്തോഷമായി. അതുകൊണ്ട് ഉയർപ്പെന്നുള്ള വിഷയം നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആര് ഉയർത്തെഴുന്നേറ്റ് വരും, ആര് ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല, ആര് രൂപാന്തരം പ്രാപിക്കും, ആര് രൂപാന്തരം പ്രാപിക്കില്ലെന്ന് വചനത്തിലൂടെ, ഉപദേശത്തിലൂടെ നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പ്രത്യാശ നിർഭരമായൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു. ഇവിടെ ഉയർപ്പിച്ചു, ജീവിച്ചു എന്ന് പറയുന്നത് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രഹം മരിച്ചവരായി, പാപത്തിൽ മരിച്ചവരായവരെ. പാപത്തിൽ ജീവിച്ചിരുന്നവർ പാപത്തിൽ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു. അതാണ് സ്നാനം. ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു. പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു, സ്നാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു, വെള്ളത്തിൽ പൊങ്ങി വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നു, ഒരു പുതിയ മനുഷ്യനായി. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാലേ ഉയർപ്പ് കിട്ടത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും 2 അന്യഭാഷ പറഞ്ഞുകൊണ്ടും ഉയർപ്പ് കിട്ടണമെന്നും രൂപാന്തരം കിട്ടണമെന്നും ഇല്ല, നിർബന്ധമില്ല. അതിനനുയോജ്യമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണം. അതാണ് ഞങ്ങളിവിടെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ 14-ാം വാക്യം വായിച്ചോട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ സാത്താന്റെ പ്രവൃത്തികളെ കർത്താവ് ഉന്മൂലനാശം ചെയ്ത കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത്. ഏതാ കൈയെഴുത്ത്? മോശൈക പ്രമാണം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? കല്ലിലെഴുതിയ കൽപ്പന, മോശൈക പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, കൊല്ലുന്ന പ്രമാണം. അതാണല്ലോ ഇന്ന് എല്ലാവർക്കും വേണ്ടത്. പ്രവൃത്തി പുസ്തകത്തിൽ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ന്യായപ്രമാണം കൊല്ലുന്ന പ്രമാണമാ, ഇരുട്ടിൻ്റെ പ്രമാണമാ, മരണത്തിൻ്റെ ജീവിപ്പിക്കുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. എന്നാൽ യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ വചനത്തിലാണ്
ആത്മാവ് വ്യാപരിക്കുന്നത് ജീവൻ വ്യാപരിക്കുന്നു. ഇത് മനസ്സിലാകാത്ത എന്നെ വിശ്വാസികളെ, നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് പറഞ്ഞ വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. മോശ പറഞ്ഞ വചനത്തിൽ മരണത്വവും ഇരുട്ടിൻ്റെയും ഒക്കെ കൊല്ലുന്ന പ്രമാണമാത്. ഇസ്രായേൽ മക്കളെ യഹൂദന്മാരെ കൊല്ലുന്നത് എന്തുകൊണ്ട്? അവരുടെ പ്രമാണം അതാ. ഇവർ തിരിച്ചങ്ങോട്ട് കൊല്ലുന്നത് എന്തുകൊണ്ട്? അവരുടെ പ്രമാണം അതാ. മോശയിക പ്രമാണമാണ് ഇസ്രായേലും പലസ്തീനും മുസ്ലിങ്ങളും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള കൊന്നുകൊണ്ടിരിക്കുക. അല്ലേ? എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് ഒരു വ്യക്തി യഥാർത്ഥമായി വന്നു കഴിയുമ്പോൾ കൊല്ലുന്ന പ്രമാണത്തിൽ നിന്ന് മാറ്റപ്പെടും, മോശയുടെ പ്രമാണത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇപ്പൊ മോശയുടെ പ്രമാണം പ്രസംഗിച്ചില്ലെങ്കിൽ ഉറക്കമില്ലല്ലോ പാസ്റ്റർമാർക്ക്. സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ സഭായോഗം ഇല്ലെന്ന് പറയുന്നവരല്ലേ? അങ്ങനെയെങ്കിൽ മത്തായി 28:20 പ്രസക്തി എന്താണെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനായിട്ട് കർത്താവ് പറഞ്ഞതിൻ്റെ വില എന്താ? പുല്ലുവില അല്ല, വേറെ എന്ത് പറയാനാ? കർത്താവ് പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞതാണ് പുതിയ നിയമസഭയുടെ വ്യവസ്ഥ. അത് വിട്ടിട്ട് മോശയുടെ പ്രമാണത്തിലേക്ക് പോയാൽ അത് നെഴിലും പൊരുളെന്നുള്ള വിഷയം നമ്മൾ പഠിക്കണം, ഗ്രഹിക്കണം, അത് ജനത്തെ ഗ്രഹിപ്പിക്കണം. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു ആട്ടുകുട്ടിയെ 4 ദിവസം സൂക്ഷിക്കണം. 4 ദിവസം എന്നുള്ളത് ആദാമിൻ്റെ സൃഷ്ടി മുതൽ യേശുക്രിസ്തു വരുന്നവരെയുള്ള 4 വർഷത്തെ കാണിക്കുന്നത്. 4 സംവത്സരം, 4 ദിവസം സൂക്ഷിക്കണം. 4000 വർഷം, 4000 വർഷം. 4 ദിവസമല്ല, 4 വർഷമല്ല, 4000 വർഷം. ആദാമും ഹവ്വയുടെയും വീഴ്ച മുതൽ സൃഷ്ടിപ്പ് മുതൽ 4000 വർഷം കഴിഞ്ഞാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ യഹൂദൻ്റെ പുറപ്പാടിന് മുമ്പായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് 4 ദിവസം സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ 4000 വർഷത്തെ കാണിക്കുന്നത്. 4 ദിവസം സൂക്ഷിച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ അറുത്ത് തീയിൽ ചുടണം, തീയിൽ ചുട്ടു തിന്നണം. തീയിൽ ചുട്ടിട്ട് എന്ത് ചെയ്യണം? അതിനെ ഭക്ഷിക്കണം. അത് അടുത്തുള്ള അയൽവാസികളോട് കൂട്ടി അവർക്കും കൊടുത്ത് അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കണം. രക്ഷ എല്ലാവർക്കും കൂടിയുള്ളതിൻ്റെ തെളിവാണത്, ഒരു നിഴലാണത്. ഭക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെ ഭക്ഷിക്കണം? വ്യവസ്ഥ: കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കെട്ടിട്ട് വേണം ഭക്ഷിക്കാൻ. പഴയ നിയമത്തിലെ മനോഹരമായൊരു പഠനമാണ് എക്സോഡസ്. പുറപ്പാടെന്നുള്ള പുസ്തകം 12-ാം അധ്യായത്തിലെ ഒരു പഠനമാണ് ഞാൻ ഈ പറയുന്നത്. ആ തീയിൽ ചുട്ട ആട്ടുംകുട്ടിയെ ഭക്ഷിക്കണം. അതിനു മുമ്പ് ഭക്ഷിക്കുമ്പോൾ കയ്പ് ചീരോടുകൂടി ഭക്ഷിക്കണം. കഷ്ടത, ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, അതാ കയ്പ് ചീര തരുന്ന പഠനം. ഭക്ഷിക്കുമ്പോൾ കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കെട്ടി കാലിൽ ചെരുപ്പിട്ട് ഭക്ഷിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ ഒരുത്തൻ രക്ഷിതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ലോകത്ത് അവനൊന്നുമില്ല. അവനൊരു യാത്രികനാണ്, അവൻ പരദേശിയാണ്, അവൻ പ്രവാസിയാണ്. ഈ ലോകത്തിൽ പിന്നെ അവനൊന്നുമില്ല. താൽക്കാലികമായൊരു വീടോ യാത്ര ചെയ്യാനൊരു കാറോ ചില സംവിധാനങ്ങളോ അവന് കിട്ടിയെന്ന് വെച്ചാൽ അതിലങ്ങ് സംതൃപ്തനാകരുത്. അത് പിന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കരുത്. വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. 3, 4, 5 വീടുള്ള എത്രയോ പാസ്റ്റർമാരെ എനിക്കറിയാം, എത്രയോ വിശ്വാസികളെ എനിക്കറിയാം. ഇവിടെ നമ്മൾ പരദേശിയാണ്, ഇവിടെ നമ്മൾ പ്രവാസിയാണ്. തീയിൽ ചുട്ട ആട്ടുംകുട്ടി എന്നുള്ളത് അത് യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുക. ആ ശരിക ആട്ടുംകുട്ടിയെ തീയിൽ ചുട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ആട്ടുംകുട്ടി കഴിക്കുമ്പോഴാണ് ഉള്ളിൽ ജീവൻ വരുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവൻ വരുന്നു. അതുപോലെ തീയിൽ ചുട്ട് ആട്ടുകുട്ടിയെ കഴിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വരുന്നു. ആട്ടുകുട്ടിയെ ഭക്ഷിച്ച് കഷ്ടതയാകുന്ന കയ്പുചീരോടുകൂടി ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോഴാണ് അവനും പുറപ്പെടാൻ കഴിയുന്നത്. അപ്പം ആട്ടുകുട്ടിയെ ഭക്ഷിച്ചാൽ പിന്നെ അവിടെ അവന് പിന്നെ മിസ്രൈമിൽ പിന്നെ അവകാശങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് പൊക്കോണം. ആട്ടുകുട്ടിയെ ഭക്ഷിക്കാൻ നേരത്ത് ചെരുപ്പ് എവിടെ, വടി എവിടെ എന്ന് പറഞ്ഞ് തപ്പി നടക്കുകയല്ല. ഭക്ഷിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് കയ്യിൽ വടി പിടിച്ച്
അരമുറുക്കി കെട്ടി കാലിൽ ചെരുപ്പിട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് വേണം അത് ഭക്ഷിക്കാൻ. അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽപ്പില്ല. വിശ്രമെന്ന് പിന്നെ എന്ത് ചെയ്യും? പുറപ്പെട്ടു പോകും. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങളെ, ഞാനോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ദിനംതോറും ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുകയും ചെയ്യണം. ആത്മനിറവൻ ജീവിതം നയിക്കണം. വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയും ദൈവവചനം ഭക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് പാപവഴികളെ വിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വല്ലതും ഇന്നുണ്ടോ? ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് രണ്ടൊന്ന് ഡപ്പാൻ കൂത്ത് പാട്ടും പാടി നിങ്ങളുടെ സ്വോത്രാഴ്ച ഇങ്ങോട്ട് ഇട്ടേര്, ഞങ്ങൾ തിന്നോട്ടോ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ എല്ലാവരും. വിട്ടുകൊടുക്കാൻ ആൾക്കാർ, മേടിച്ച് തിന്നാൻ പാർട്ടന്മാരും. 1-2 ആണ് കിട്ടുന്നത്. 500 രൂപയെ കുറഞ്ഞ് സ്വോത്രാഴ്ച ഇടാൻ പാടില്ലെന്ന് എറണാകുളത്തുള്ള ഒരു ബിരുദം പ്രസംഗിച്ച് വെച്ചിരിക്കുക. ഞാനത് പല പ്രാവശ്യം പ്രസംഗിച്ച് കഴിഞ്ഞു. 500, 2.5 ലക്ഷം രൂപയാണ് പുള്ളിക്ക് ഒരാഴ്ച കിട്ടുന്നത്. 10 ലക്ഷം രൂപ ഒരു മാസം. പല പ്രാവശ്യം പ്രസംഗിച്ചു കേട്ടോ, നിങ്ങൾ ക്ഷമിച്ചോണേ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര കിട്ടുന്നത്? 3 ലക്ഷം കൊണ്ട്. പ്രധാനമന്ത്രിക്ക് 1.5 ലക്ഷം. മുഖ്യമന്ത്രിക്ക് 1, 2, 3 ലക്ഷമൊക്കെ ഉള്ളൂ. പാസ്റ്ററിനോ 10 ലക്ഷം. എങ്ങനെയുണ്ട്? വേദോസ്തം കയ്യിലെടുത്തപ്പോൾ ഉള്ള മാറ്റം കണ്ടോ? അപ്പോൾ ഈ പുസ്തകം കയ്യിലെടുത്തേക്കുന്നതിന് കാശുണ്ടാക്കാനാ? അതല്ലേ പാസ്റ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാശിന് പോക്കില്ലാത്തൊരു പുസ്തകം കയ്യിലെടുത്തപ്പോൾ എന്ത് പറ്റി? കോടികൾ സമ്പാദിച്ചു. ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെ, ഇവർ പ്രസംഗിക്കുന്ന മറ്റൊരു ക്രിസ്തുവിനെ, ഇവർ പ്രസംഗിക്കുന്ന മറ്റൊരു സുവിശേഷം. ഇവരിൽ മറ്റൊരു ആത്മാവ് വിട്ടൊടിഞ്ഞു, അല്ലെങ്കിൽ രക്ഷയില്ല. 2 കൊരിന്ത്യർ 11:4 വായിച്ച്. 2 കൊരിന്ത്യർ 11:4 പെട്ടെന്ന് നിർത്താം. 2 കൊരിന്ത്യർ 11:4. 2 കൊരിന്ത്യർ 11:4. അവർ പ്രസംഗിച്ച യേശു പാപമോചനം നൽകുന്ന യേശുവാണ്. അല്ല വീട് തരുന്ന, കാറ് തരുന്ന, ലോറി തരുന്ന യേശുവല്ല. പാപമോചനം, യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം. 4 പേര് കെട്ടിച്ചുവന്നുകൊണ്ട് വന്നില്ലേ ഒരുത്തനെ? എന്താ കർത്താവ് ചെയ്തത്? മകരതിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടത് എഴുത്ത് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ആദ്യം പാപമോചനം അവന് കൊടുത്തത്. ഇവിടെ അതല്ല, വീടും ലോറിയും സൈക്കിളും പുതപ്പും മറ്റേ ഇതൊക്കെ കൊടുക്കുക. വിശ്വാസിയുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് അവരിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക ശുശ്രൂഷന്മാർ. വേദപുസ്തകത്തിനെതിരാണത്. അവരുടെ പാപത്തിനെതിരെ പ്രസംഗിച്ച് നിങ്ങൾ പാപത്തിന് ദാസന്മാരായിട്ട് നിങ്ങൾ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം, നീതിക്ക് ദാസനാകണം. അതാ വ്യവസ്ഥ. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പാപത്തിൽ നിന്ന് വചനത്തിലൂടെ മോചിപ്പിച്ചെടുത്ത് നീതി ചെയ്യുന്ന, വചനമനുസരിക്കുന്ന ദാസിദാസന്മാരാക്കി തീർക്കണം. എന്നാലേ അവർ സ്വർഗത്ത് പോകത്തുള്ളൂ. വീട് കിട്ടിയോണ്ടും കാറ് കിട്ടിയോണ്ടും സ്വർഗത്ത് പോകാൻ യാതൊരു റൈറ്റുമില്ല. വചന വ്യവസ്ഥയ്ക്ക് എതിരാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. ഈ 14-15 വാക്യങ്ങൾ അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും അയച്ചു. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം ദൈവം മാറ്റി. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചോപ്പിനിങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ കൈയെടുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും, പിശാചിൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സകല ദുഷ്ട പിശാചുക്കളുടെ എല്ലാ പോരാട്ടങ്ങളുടെ മേലും ദൈവപുത്രൻ വിജയഭേരി മുഴക്കി. ഇപ്പൊ സഭ, സ്തോത്രം, സഭയെ അടക്കി ഭരിക്കുന്നത് ആരാ? ക്രിസ്തുവാണ്. സഭയുടെ തല ക്രിസ്തുവാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പൊ സാത്താനാണ് തലയിൽ കയറിയിരിക്കുന്നത്. അനേകരുടെ തലമണ്ടയിൽ സാത്താൻ കയറിയിരിക്കുക. ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിക്കുന്നില്ല, ഭൗതികം പ്രമാണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കാനാണ് കർത്താവ് പറഞ്ഞത്. അവസാനം നിങ്ങൾ നാശത്തിലേക്ക് പോകുന്ന കർത്താവ് മുന്നറിയിപ്പ് തന്നു. അനീതിയുള്ള മാമോൻ ഭൗതികത്തെ കാണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ സകല ശക്തികളെയും
കർത്താവ് കീഴ്പ്പെടുത്തി തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയ്ക്ക് ക്രിസ്തുവിനെ തലയായിട്ട് കൊടുത്തിരിക്കുക. സഭയ്ക്ക് പിതാവ് സഭയുടെ തലയായിട്ട് ക്രിസ്തുവിനെ വെച്ചിരിക്കുക. ഇന്നത്തെ പാസ്റ്റർമാരെല്ലാം കൂടി അതിലെടുത്ത് പറിച്ച് ദൂരെ കളഞ്ഞിരിക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുന്നില്ല. തലയില്ലാത്ത ശരീരം കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. പണ്ട് ഞങ്ങളുടെ ഉപദേഷ്ടാവ് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു. തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു സഹോദരാ. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം ഈ പറയണത്? സഹോദര, ക്രിസ്തുവില്ലാത്ത സഭകൾ കുമിളുപോലെ മുളച്ചുകൊണ്ടിരിക്കുക. ഭൗതികം ഭൗതികം ഭൗതികം. ഒരു പുതിയ നിയമവിശ്വാസിയുടെ സന്തോഷവും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ അല്ല അല്ല അല്ല. 3 തരം ലേലം ഉറപ്പിച്ചു. സ്വർഗത്തിലാണ് അവൻ്റെ സന്തോഷം, സ്വർഗത്തിലാണ് അവൻ്റെ പ്രതിഫലം. ഇവിടെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ച് പൊക്കോണം. പൊത്തോടുത്ത് കാശുണ്ടാക്കാതെ നിൽക്കരുത്. നിന്റെ ചീട്ട് സാത്താൻ കീറിക്കളയും. മനസ്സിലാക്കിക്കോ. വേദന കൊണ്ട് ഞാൻ പറയുക. ഞങ്ങളൊക്കെ ജോലിയൊക്കെ വിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങൾ അനുഭവിച്ച് പോകുന്നതിൻ്റെ കാര്യം എന്താ? ആരെങ്കിലും 10 പേര് ഈ വചനം കേട്ട് നിത്യതയെ പൊക്കോട്ടെന്ന് കരുതിയ. സാത്താൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവരൊക്കെ ഈ വചനം പ്രസംഗിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ? നിത്യതയിൽ പോകാൻ ഇടുക്ക് വഴിയല്ലാതെ വിശാലമായ വഴിയൂടി നടക്കില്ലെന്ന കർത്താവ് പഠിപ്പിച്ച്. ഇന്നിപ്പോൾ വിശാലമായ വഴിയാണ്. ഗുണം പിടിക്കാത്തൊരു ദുരുപദേശിയുടെ മോള് പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നിന്റെ കഷ്ടതയും നിന്റെ ബുദ്ധിമുട്ടും നിന്റെ ഞെരുക്കമൊക്കെ ദൈവം മാറ്റിയിരിക്കുകയാണ്. സന്തോഷിച്ചുള്ള ആളാണ് പറയുന്നത്. ചക്കിക്കൊത്ത ചങ്കരൻ, അപ്പനും മോളും കണക്ക്. പേരും നാളും ഒന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക പലരും. നരകത്തിലേക്ക് ആൾക്കാരെ, പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ആൾക്കാരെ എടുക്കുന്ന പോലെ ഇവരൊക്കെ നരകത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻറ്റുമാരും അതിൻ്റെ വക്താക്കളാണ്. ഇവർക്ക് ഈ ഭൂമി തന്നെ അവർക്ക് സ്വർഗമാണ്. ഇഷ്ടംപോലെ സുഖസൗകര്യങ്ങൾ. അവസാനം ഇവരുടെ ഗതി അധോഗതിയായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ തലപ്പത്തിരിക്കുന്ന ആരാ? ഇപ്പോൾ സഭയ്ക്ക് തലയായി വെച്ചിരിക്കുന്ന ആരാ? ക്രിസ്തുവിനെയാണ്. സ്തോത്രം. അത് തിരിഞ്ഞു പോകരുത്, തിരിഞ്ഞു പോകരുത്, തിരിഞ്ഞു പോകരുത്. പുരുഷൻ്റെ തല ആരാ? ക്രിസ്തുവാ. സ്ത്രീയുടെ തല ആരാ? പുരുഷനാ. ഇതെന്ന് തിരിഞ്ഞു കിടക്കുക. അനേക ഭവനങ്ങളിൽ തിരിഞ്ഞു കിടക്കുക. കാശുള്ള അച്ഛന്മാരുടെ വീട്ടിലാണെങ്കിൽ പറയുകയും വേണ്ട. അവിടുത്തെ തല മുഴുവൻ അമ്മാമ്മമാരാ. പാടില്ല, തിരുത്തണം. ഈ വചനം കേട്ടെങ്കിലും തിരുത്തണം. പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല പിതാവ്, സ്ത്രീയുടെ തല പുരുഷൻ. തിരിഞ്ഞു വന്നാൽ അപകടമാണ്, നാശത്തിലേക്ക് പോകാനിടയായിത്തീരും. ഇവിടെ സഭയുടെ തല ക്രിസ്തുവാണ്. സ്തോത്രം, സ്തോത്രം. സാത്താൻ്റെ സകല പ്രവൃത്തികളെയും കർത്താവ് നിർമ്മാർജ്ജനം ചെയ്ത് സഭയ്ക്ക് തലയായിട്ട് ക്രിസ്തുവിനെ തന്നിരിക്കുക. സ്തോത്രം. സാത്താൻ്റെ സകല ആയുധങ്ങളെയും കീഴ്വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കാത്ത ഒരു വിരുദ് തെറ്റിക്കുക. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ന്യായപ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിരുദ് തെറ്റിക്കില്ല. അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രത. നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിസ്സാര കാര്യമല്ല. അടുത്തതിൻ്റെ 19-ാം വാക്യം, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? ആത്മീകമായ ദൈവികമായ വളർച്ച പ്രാപിക്കുക. അതല്ലേ നമുക്ക് വേണ്ടത്? ആത്മീകമായ വളർച്ച, ദൈവികമായ വളർച്ച, ആത്മീകമായ നിറവ്. അതിന് പകരം മുഴുവൻ ഭൗതിക നിറവും ഭൗതിക വളർച്ചയുമാണ് ഇന്ന്. അത് ഈ ദുരുപദേഷ്ടകന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ കൊടിയ വിപത്താണ്. അതിനെ നഖശികാന്തം നമ്മൾ പൊളിച്ചു കളയുക ഇന്ന് തൽക്കാലം ഈ വിഷയത്തിലൂടെ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ആദ്യപാഠം ഒരു പുതിയ നിയമ വിശ്വാസം അല്ലെങ്കിൽ ന്യായപ്രമാണം അല്ലാതെ ജാതികളായിട്ടുള്ളവരുടെ ആദ്യപാഠം പാപജീവിതം.
യഹൂദൻ്റെ ആദ്യപാഠം ന്യായപ്രമാണം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോഗമുള്ളതല്ല. മനസ്സിലായല്ലോ? കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവാത്മാവ് ഉള്ളവൻ അത് വെളിപ്പെടുത്തി തരും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം സവിസ്താരമായിട്ട് പറയാൻ എൻ്റെ മുൻപിൽ സമയമില്ല, സമയം കഴിഞ്ഞിരിക്കുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം എന്തുകൊണ്ടും എനിക്ക് അനുഗ്രഹമായി തീർന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിക്കാൻ ദൈവമക്കൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, പുതിയ നിയമം വായിച്ച് പഠിക്കുക. ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ആ നിധികൾ നമ്മൾ പ്രാപിച്ചെടുക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഒരു ഫോൺ നമ്പർ തരാൻ വേണമെങ്കിൽ യിരെമ്യാവ് 33:3 എന്ന് വായിച്ചു കൊടുത്തേക്ക്. യിരെമ്യാവ് 33:3 ദൈവത്തിൻ്റെ ഫോൺ നമ്പർ. ഞാനൊരു ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ആ നമ്പറിൽ വിളിച്ചാൽ മതി, സംഭവം ഓക്കെയാണ്. യിരെമ്യാവ് 33:3 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അത് വായിച്ച് ഞാനങ്ങ് നിർത്തുക. ഹല്ലേലൂയ, സ്തോത്രം. കിട്ടിയില്ല? യിരെമ്യാവ് 33:3 എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എനിക്ക് വചനത്തിൻ്റെ വെളിപ്പാട് അറിയത്തില്ല. എനിക്കറിയാവുന്ന എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല. കർത്താവ് കൃപയാൽ ഈ വചനത്തിൻ്റെ വെളിപ്പാട് തന്നിരിക്കുന്നുകൊണ്ട് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ മരണം വരെയും ഞാൻ വേദോസ്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. മരണം വരെയും എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ. പഠിച്ചതും ഗ്രഹിച്ചതുമായ കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികൾ, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അവസ്ഥകൾ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കണം. ഇങ്ങനെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീജ് വന്നയിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങുവാൻ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനം നമ്മൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.